മസാല ബോണ്ടിൽ എന്താണ് ഉപാധികൾ എന്ന് ചോദിക്കുകയായിരുന്നു. ഉപാധികളുണ്ടോ? പ്രതിപക്ഷം ചോദിച്ച ചോദ്യമാണ് ശ്രീ തോമസ് ഐസക്. മസാല ബോണ്ടിന്റെ പ്രത്യേകത അത് ഡോളറിലല്ല നിക്ഷേപം. ആ നിക്ഷേപം ഇന്ത്യൻ രൂപയിലാണ്. നിക്ഷേപിക്കുന്നത് ഡോളറായിട്ട് തിരിച്ചു കൊടുക്കേണ്ട, രൂപയായിട്ട് തിരിച്ചു കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് കൂടുതൽ പ്രവാസികളാണ് നിക്ഷേപിക്കുക. പക്ഷേ ഇന്ത്യയിൽ പെൻഷൻ ഫണ്ടിന് തുടർന്നും നിക്ഷേപം നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ അവർ ഇന്ത്യൻ രൂപയെ തന്നെ തിരിച്ചെന്നാൽ മതിയെന്ന് അവർ തീരുമാനിക്കാം. പക്ഷെ എൻ്റെ വാദം അതല്ല കേട്ടോ. ഈ ലാവ്ലിനെ കേരളത്തിലെ മുഴുവൻ ജലവൈദ്യുത പദ്ധതികളുടെയും മെയിൻ്റനൻസിനും പുനരുദ്ധാരണത്തിനും വേണ്ടി കരാറിട്ട് കൊടുത്തത് കാർത്തികനാണ് കേട്ടോ. പിണറായി വിജയൻ ചെയ്ത ഏക കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് റദ്ദാക്കി. ഒരു കേസിലൊഴികെ, പന്നിയാർ ശങ്കുളം പള്ളിവാസൽ. എന്തുകൊണ്ടാ? ആ കരാർ വളരെ മുന്നോട്ട് പോയി കഴിഞ്ഞിരുന്നു. അത് റദ്ദാക്കി കഴിഞ്ഞാൽ അത് കേസായിട്ട് മാറും, ആ പദ്ധതി ആകെ തടസ്സപ്പെടും. അതുകൊണ്ട് അത് മുന്നോട്ട് പോകട്ടെ, ബാക്കി മുഴുവൻ ക്യാൻസൽ ചെയ്യാണ് ചെയ്തത്. എന്നിട്ട് പിണറായി വിജയൻ്റെ അഴിമതിയാണിത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് അസാമാന്യ തൊലിക്കെട്ടി തന്നെ വേണം.